മധ്യ കേരളത്തിൽ ഏറ്റവും പ്രകടമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ചർച്ചയായി എന്ന് നമുക്ക് പരിശോധിക്കാവുന്ന ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടത്താവുന്ന ഒരു ഫലമാണ് കോട്ടയത്തേത്. ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. ആജ്ഞ, കൊച്ചി ഒരു പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ കോട്ടയാണ് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആ കോട്ട വളരെ ശക്തമായ രീതിയിൽ കൊടി ഉയർത്തിക്കൊണ്ട് തന്നെ UDF നിൽക്കുന്ന ഒരു കാഴ്ച. പക്ഷെ അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്ന്, തൃപ്പൂണിത്തറ നഗരസഭ NDA ഭരിക്കുന്നു, NDA ഭരിക്കാൻ പോകുന്നു എന്നൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. എങ്ങനെയാണ് കൊച്ചി കോർപ്പറേഷനിലെ ഒപ്പം എറണാകുളം ജില്ലയിലെ ഫലം? ശ്രീജ, പ്രധാനമായും ശ്രീജ ചൂണ്ടിക്കാണിച്ചതുപോലെ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കുകയാണ് തൃപ്പൂണിത്തറ നഗരസഭയിൽ എന്നുള്ളതാണ്. 21 സീറ്റുകളാണ് NDA ഈ നഗരസഭയിലേക്ക് നേടിയിട്ടുള്ളത്. തൊട്ടു പിന്നാലെ LDF ഉണ്ട്. LDF 20 സീറ്റുകളുമായി തൊട്ടു പിന്നാലെയുണ്ട്. UDFന് 12 സീറ്റുകളുമാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഇത് LDF UDF ഒരു അലയൻസ് വന്നാൽ മാത്രമേ ഇവിടെ LDFനോ അതല്ലെങ്കിൽ മറ്റൊരു കക്ഷി ഭരണം കിട്ടാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ഇവിടെ ഒറ്റകക്ഷി, ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒറ്റ സീറ്റിന്റെ വ്യത്യാസത്തിലാണ് BJP നിൽക്കുന്നതെങ്കിലും ഭരണം BJPക്ക് തന്നെ ലഭിക്കാനുള്ള സാധ്യത 99% ഉണ്ട് എന്ന് വേണം വിലയിരുത്താൻ ഈ കാര്യത്തിൽ. അത് മാത്രമല്ല, കോർപ്പറേഷന്റെ കാര്യമെടുക്കുമ്പോൾ തന്നെ കോർപ്പറേഷനിൽ 46 സീറ്റാണ് UDF നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ 20 സീറ്റ് മാത്രമേ LDFന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതേ സമയത്ത് തന്നെ അതിലെ 6 എണ്ണം NDA നേടിയിട്ടുണ്ട്. അതേഴ്സ് 4 മറ്റുള്ളവർ 4 നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചായത്തിന് കണക്ക് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് 66 പഞ്ചായത്തുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. LDFന് അതേസമയത്ത് 84 പഞ്ചായത്തുകളിൽ 66 എണ്ണവും UDFന്റെ ഒപ്പമാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. LDF അതേസമയം 7 പഞ്ചായത്തുകൾ മാത്രമേ പിടിച്ചെടുത്തിട്ടുള്ളൂ. ഇതിൽ ഈ പഞ്ചായത്തുകളുടെ ഭരണം പറയുമ്പോഴാണ് അതിനോടൊപ്പമായിട്ട് 2020യുടെ കാര്യം കൂടി പറയേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ 5 പഞ്ചായത്തുകൾ ഭരിച്ചിട്ട് 2020 ഇത്തവണ 3 ആയിട്ട് ചുരുങ്ങേണ്ടി വന്നത്. സ്വാധീന മേഖലകളിൽ 2020ക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കുന്നത്തുനാട്, മഴുവന്നൂർ പഞ്ചായത്തുകൾ 2020യുടെ കയ്യിൽ നിന്ന് പോയി. അത് പൂർണ്ണമായും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പഞ്ചായത്തുകളാണ്. അതേസമയം ഐക്കരനാട്, കിഴക്കമ്പലം, തിരുവാണിയൂർ ഈ പഞ്ചായത്തുകൾ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഐക്കരനാടിൽ നിർത്തിയിട്ടുള്ള എല്ലാ സീറ്റുകളിലും ജയിച്ചിട്ടുള്ളതും 2020 തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിലും അതുപോലെ നഗരസഭയിലേക്കും ഇത്തവണ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കെടുക്കുമ്പോൾ 2020 മുൻപുണ്ടായിരുന്ന മുന്നേറ്റം ഇത്തവണ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നിരുന്നാലും ഐക്കരനാടിലെ നേട്ടമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. കാരണം 16 വാർഡുകളിലും അത് മുഴുവൻ പിടിച്ചെടുക്കാൻ, സീറ്റുകൾ മുഴുവൻ പിടിച്ചെടുക്കാൻ ഐക്കരനാട് പഞ്ചായത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ മൊത്തത്തിലൊരു ഒഴുക്കിനൊപ്പം നീങ്ങുമ്പോൾ തന്നെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ആയിരുന്നു എന്ന് വേണം പറയാൻ. ഇത് ഈ പറഞ്ഞതുപോലെ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നതുപോലെ ഈ ഇടതുപക്ഷത്തിൽ ഭരണത്തിനോടുള്ള വിമുഖതയാണോ ആളുകൾ ഇത്തരത്തിൽ റിയാക്ട് ചെയ്തത്, വോട്ടായിട്ട് റിയാക്ട് ചെയ്ത് പല പ്രശ്നങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരുമ്പോഴും കൊച്ചിയിൽ UDF അങ്ങേയറ്റം ആത്മവിശ്വാസത്തോട് തന്നെ ഘട്ടത്തിലൊക്കെ നമ്മളെ നേതാക്കളോടും ഇവരോടും ഒക്കെ പറഞ്ഞപ്പോഴും അവരുടെ പ്രതികരണം അങ്ങനെയായിരുന്നു. അതായത് ജനങ്ങളുടെയും ഈ കാൻഡിഡേറ്റ്സിലേക്ക് കൂടുതൽ അവരൊരു ആത്മവിശ്വാസം കാണിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ആ കോൺഫിഡൻസിന്റെ ആകത്തുകയായിട്ട് മൊത്തത്തിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടെ കൊച്ചി കോർപ്പറേഷനും നഗരസഭകളും ഉൾപ്പെടെ UDF ഇങ്ങനെ കയ്യിൽ ഒതുക്കി വെച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതേസമയം ഈ ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായത് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറയിൽ NDA ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ തവണ തൃപ്പൂണിത്തുറയിൽ പ്രതിപക്ഷം BJP തന്നെയായിരുന്നു. LDF ആയിരുന്നു ഭരിച്ചിരുന്നതും. അത് ഇത്തവണ തിരിച്ചു വന്നു. LDF ഇത്തവണ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടുന്ന കൂടുതൽ സാഹചര്യമാണ് അതിലേക്ക് വ്യക്തമാകുന്നത്. അങ്ങനെയാണ്. എന്തായാലും തൃപ്പൂണിത്തുറയിൽ BJP NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തുടരും. ശ്രീജ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടതാണ് കൊച്ചിയുടെ ഭരണം.
വിമതരെ കൊണ്ട് പൊറുതിമുട്ടിയ കൊച്ചി എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് മിന്നുന്ന വിജയം തന്നെ UDF സ്വന്തമാക്കിയെന്ന് വേണം പറയാൻ. കഴിഞ്ഞ തവണയും ഏതാണ്ട് തുല്യശക്തികളായി നിന്ന സമയത്ത് UDF വിമതരുടെ പിന്തുണയോടെ കൊച്ചി LDF ഭരിക്കുകയായിരുന്നു ഇത്തവണ. പക്ഷേ വളരെ മികച്ച രീതിയിൽ ഒരു പ്രകടനം നടത്തിക്കൊണ്ട് തന്നെ ആധികാരികമായ വിജയം നേടാൻ കൊച്ചിയിൽ UDFന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനിൽ UDFന്റെ വമ്പൻ തിരിച്ചുവരവിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതൻ MK വർഗീസിനെ കൂട്ടുപിടിച്ച് നഗരസഭ ഭരിച്ച ഇടതുപക്ഷം ഇത്തവണ 11 സീറ്റിൽ ഒതുങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ അക്കൗണ്ട് തുറന്നതിന്റെ ആത്മവിശ്വാസത്തിൽ മത്സരിച്ച NDAക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതുമില്ല. അതേസമയം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDFനാണ് മേൽക്കൈ. മുൻ MLA അനിൽ അക്കര മത്സരിച്ച അടാട്ട് പഞ്ചായത്തിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. തിരുവല്ലോമല പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത് മാത്രമാണ് BJPയുടെ നേട്ടം. ടോം കുര്യാക്കോസ് വിവരങ്ങളുമായി. ടോം, ഒരുപക്ഷെ BJP NDA ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന സംസ്ഥാനത്തെ ഒരു ജില്ലയായിരുന്നു തൃശ്ശൂർ. അവിടെ സുരേഷ് ഗോപിയുടെ ഇമ്പാക്ട് മാത്രമാണ് ഉണ്ടായത്. അത് BJPക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വിജയമായിരുന്നില്ല, NDAയുടെ വിജയമായിരുന്നില്ല എന്ന് തെളിയിക്കുകയാണോ ഈ ഫലം? ഒപ്പം കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവ്. തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ BJP വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു ജില്ലയാണ്. മാത്രമല്ല, തിരുവനന്തപുരം കൂടാതെ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം ഇത്തവണ പിടിക്കാൻ കഴിയും, നേടാൻ കഴിയുമെന്നൊരു വലിയ ആത്മവിശ്വാസം BJPക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സുരേഷ് ഗോപിയുടെ അക്കൗണ്ട് തുറന്നു. അങ്ങനെ വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് BJP ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ കണക്കൂട്ടലുകളെല്ലാം തകർന്ന അവസ്ഥയാണ് കണ്ടത്. അതായത് കോർപ്പറേഷൻ ഭരണം കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നു. 2010 ശേഷം, അതായത് കഴിഞ്ഞ 2 തവണ കോൺഗ്രസിന് നഷ്ടപ്പെട്ട നഗരസഭാ ഭരണമാണ്, കോർപ്പറേഷൻ ഭരണമാണ് ഇത്തവണ കോൺഗ്രസിന് UDFന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ നമുക്കറിയാം MK വർഗീസ്, കോൺഗ്രസ് വിമതനായിരുന്ന MK വർഗീസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷം അധികാരം നിലനിർത്തിയെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആയില്ല. അതായത് 11 സീറ്റിൽ ഇടതുപക്ഷത്തിന് ഒതുങ്ങേണ്ടി വന്നു. BJPക്ക് 8 സീറ്റ് മാത്രമാണ് നഗരസഭയിൽ കോർപ്പറേഷൻ പരിധിയിൽ നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഇടതുപക്ഷത്തിന് നേട്ടമായത്, അതായത് മറ്റെല്ലാ ജില്ലകളിലും UDF തരംഗം ആഞ്ഞു വീശിയപ്പോൾ തൃശ്ശൂരിൻ്റെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. തൃശ്ശൂരിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ ഇടതുപക്ഷത്തിനൊരു മേൽക്കൈയുണ്ട്. പക്ഷെ എങ്കിൽ പോലും UDFനെ സംബന്ധിച്ച് UDF പഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് UDFനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും 44 ഗ്രാമപഞ്ചായത്തുകൾ ഇടതുപക്ഷം പിടിച്ചപ്പോൾ 34 ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം UDFന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. 34 പഞ്ചായത്തുകൾ വ്യക്തമായ മേൽക്കൈ UDFനുണ്ട്. അതോടൊപ്പം തന്നെ മുൻ MLA അനിൽ അക്കര മത്സരിച്ച അടാട്ട് പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആണ്. അവിടെ 9 സീറ്റുകൾ UDF നേടി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അനിലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആയേക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്ന കാര്യങ്ങളും. തിരുവല്ലോമല പഞ്ചായത്ത് മാത്രമാണ് BJPക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. പക്ഷേ BJPയുടെ വോട്ട് ഷെയറിൽ വലിയ വർധനമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പല പഞ്ചായത്തുകളിലും നിരവധി സീറ്റുകൾ BJPക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, അതിനുശേഷം ഉണ്ടായ സംഘടനാ പ്രശ്നങ്ങൾ, അങ്ങനെ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോയത്. ഇടതുപക്ഷത്തിന് പല രീതിയിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്നു. അതായത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്, അതോടൊപ്പം സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു മത്സരത്തിൽ നേരിട്ടതെങ്കിൽ ഈ താഴേക്കിടയിലേക്ക്, അതായത് ഈ ഗ്രാമപഞ്ചായത്തുകളിൽ, ജില്ലാ പഞ്ചായത്തുകളിലും അത്ര വലിയ തിരിച്ചടി CPMന് ഉണ്ടായില്ല, ഇടതുപക്ഷത്തിന് ഉണ്ടായില്ല. പക്ഷേ പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഈ CPMും CPIയും തമ്മിലുള്ള തർക്കങ്ങൾ ഉൾപ്പെടെ പ്രശ്നങ്ങളായി. അതൊക്കെയാണ് തിരിച്ചടിയായത്. മാത്രമല്ല, അതോടൊപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചൊരു തിരിച്ചുവരവിന്റെ സൂചന നൽകുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ നിയമസഭാ മണ്ഡലം മാത്രമാണ് UDFന് നേടാൻ കഴിഞ്ഞത്. അത് ചാലക്കുടി മണ്ഡലം മാത്രമായിരുന്നു നേടാൻ കഴിഞ്ഞതെങ്കിൽ ഇത്തവണ സ്ഥിതി തിരിച്ചു വരുന്നു. അതായത് ചാലക്കുടി, ഇരിങ്ങാലക്കുട നഗരസഭകളിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു നഗരസഭകളിലും മറ്റു പഞ്ചായത്തുകളിലും മികച്ച മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത് ആശ്വാസകരമാണ്. കാരണം അത്ര അധികമായി സംസ്ഥാനത്ത് മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത രീതിയിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന, കോൺഗ്രസിനെ സംബന്ധിച്ച് അലട്ടിയിരുന്ന ഒരു ജില്ല കൂടിയാണ്. അവിടെ ഈ തൃശ്ശൂർ നഗരസഭാ ഭരണം പിടിച്ചെടുത്തു ഉൾപ്പെടെയുള്ള വലിയ നേട്ടങ്ങൾ കോൺഗ്രസിനും UDFന് അവകാശപ്പെടാം.
നഗരസഭകളുടെ കാര്യം നോക്കുമ്പോൾ ആശ്വാസകരമാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഉള്ളതുപോലെ ഒരു തിരിച്ചടി നഗരസഭകളുടെ കാര്യത്തിൽ LDF-ന് തൃശ്ശൂരിൽ ഉണ്ടായിട്ടില്ല എന്ന്